العالمين الصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحابه أجمعين أما بعد അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റജബ് മാസത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സർവ്വ ഇബാദത്തും അല്ലാഹു ഞങ്ങളിൽ നിന്ന് അല്ലാഹു തആല ഖബൂൽ ചെയ്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്വലാത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വർദ്ധിപ്പിക്കണം അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الصلاة على رسول الله صلى الله عليه وسلم മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. തീർച്ചയായിട്ടും ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ ആരെങ്കിലും ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കും സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ അവನು ನನ್ನ ಮೇಲೆ 10 സ്വലാത്ത് ചൊന്ന പോലെ അവന്റെ മേൽ അല്ലാഹു തആല 10 സ്വലാത്ത് ചൊല്ലുടാ. അപ്പൊ ഒരു സ്വലാത്ത് ചൊല്ലിയെങ്കിൽ 10 സ്വലാത്ത് ചൊന്ന പോലെ 3 സ്വലാത്ത് ചൊല്ലിയെങ്കിൽ 30 സ്വലാത്ത്. അപ്പൊ എത്ര വലിയ ഭാഗ്യമാണ്. അപ്പൊ റവാഹു മുസ്ലിം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ أن ابن مسعود رضي الله عنه أن رسول الله صلى الله عليه وسلم قال صلى الله عليه وسلم قال أولى الناس يوم القيامة നാളെ ഖിയാമത്ത് നാളിൽ ആഖിറത്തിൽ ഖിയാമത്ത് നാൾ അന്ത്യദിനത്തിൽ ഏറ്റവും ഉന്നതന്മാരായ ആളാണ്, ഏറ്റവും ഹൈറായ ആളാണ് ഒത്തുന്ന യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത നന്റെ മേൽ സ്വലാത്ത് സ്വന്തമായിട്ടിക്കിടാറ് നന്റെ മേൽ ജാസ്തി 6 സ്വലാത്ത് വർദ്ധിപ്പിച്ചിടാറാ അങ്ങായിട്ടിക്കിടാറ്. നാളെ ഖിയാമത്ത് നാളിൽ റബ്ബുടെ മുന്നിൽ കൂടതിൽ ഏറ്റവും ഉന്നത സ്ഥാനം കിട്ടിയവർ ഏറ്റവും ഹൈറായ ആള് നല്ല മനുഷ്യർ തന്റെ മേൽ സ്വലാത്ത് സ്വന്തമായിട്ടിക്കിടാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടം റവാഹു തുർമുദി. ഞങ്ങൾക്ക് അല്ലാഹു അതിക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. عن أوس بن أوس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن من أفضل أيامكم يوم الجمعة. ഞാൻ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു നാൾ വെള്ളിയാഴ്ച ആദം അലൈഹിസ്സലാമിനെയും ആകാശത്തെയും ഭൂമിയെയും എല്ലാത്തെയും സൃഷ്ടിച്ച നാളായ ഏറ്റവും ശ്രേഷ്ഠമായ നാളിന് വന്നിട്ടുണ്ട്. നാളെന്ന നാളേക്ക് വെള്ളിയാഴ്ച. ആ നാള് അന്നത്തെ നാള് ഏറ്റവും 4 കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാളല്ലേ. സ്വലാത്തക്കും നിങ്ങൾ എല്ലാ നാളും എന്റെ മേലെ സ്വലാത്തുണ്ടല്ലേ. ആ സ്വലാത്ത് വെള്ളിയാസറുണ്ട് നക്ക് അല്ലാഹു തആല എത്തുവാട്ടി തന്നെ കാറ്റുക. നിങ്ങൾ സ്വന്തം സ്വലാത്തല്ല വെള്ളിയാസപ്പ നിങ്ങൾക്ക് വെള്ളിയാസത്തിൽ 6 സ്വലാത്ത് ചൊല്ലൂ. നിങ്ങൾ എല്ലാ നാളും സ്വലാത്ത് നക്ക് അല്ലാഹു വെള്ളിയാസ കാട്ടിത്തല്ല. يا رسول الله صلى الله عليه وسلم وكيف تعرض صلاتنا عليك وقد أرمت. അപ്പൊ സഹാബ കേൾക്കണം, നബിയെ എങ്ങനെ നിങ്ങൾക്ക് അന്ന് ഞങ്ങൾ സ്വലാത്ത് കാട്ടുള്ളൂ? നിങ്ങൾ തടിയുണ്ടല്ലേ ശരീര അത് വന്നത് അറന്ത ജീർണായിട്ട് പോയിട്ടില്ലേ ഭൂമിയുടെ ഉൾക്ക അത് ഇക്കട നിങ്ങൾ ഹയാത്ത് ഇക്കടാണ് നബിയെ. അപ്പൊ പാലയൂലു പലീത്ത അതേ മനുഷ്യന്റെ ശരീരം ജീർണായിട്ട് പോണ്ടു ഉറുക്കിട്ട് പോണ്ട അതേ. പക്ഷേ അമ്പിയാക്കളെ ശരീരം ഉണ്ടല്ലേ ആ മഹാന്മാരത് പണ്ഡിതന്മാരത് ആ സ്വാലിഹീങ്ങളത് ശുഹദാക്കളത് ഹറമല്ലാഹു അലൽ അർദ് അല്ലാഹു തആല മണ്ണിക്ക് ഹറാമാക്കിരാ ഭൂമിക്ക് ഹറാമാക്കിരാ. എന്തിനെ അജ്സാദൽ അംബിയാ അമ്പിയാക്കന്മാർ എല്ലാ നബിമാരെ തടി ഭൂമിക്ക് അല്ലാഹു തആല തിന്നൊരു ഹറാമാക്കിരാ. സാധാരണ മനുഷ്യന്മാർ സ്വാലിഹീങ്ങൾ അല്ലാത്ത ലോക്കൽ മനുഷ്യന്മാർ ശരീരം ഏത് തിന്നിട്ടായിട്ട് നിസ്കാരം ഇല്ലാത്ത തമ്മാടിയായിട്ട് ഫാസിക്കായിട്ട്
മുബത്തദിയായിട്ട് നോമ്പും സക്കാത്തും നിസ്കാരവും ദീനും ദുനിയാവും തസ്ബീഹും ഖുർആനും ഇൽമുടെ മജ്ലിസും ഇല്ലാണ്ട് ഇങ്ങനെ ജീവിക്കാനുള്ള തടി മണ്ണ് തിന്നിട്ട് ജീവനായി പോയിട്ട് ഉറപ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം എല്ലാ നബിമാരുടെ ശരീരം മണ്ണ് തിന്നല്ല, മണ്ണ് അല്ലാഹു ഹറാമാക്കിയ മാത്രമല്ല നബി ഒരു ഹദീസ് ചൊല്ലുന്നു, ഇതിന് മുൻപുള്ള മാബിൻ അഹദിൻ യുസല്ലിമു അലൈഹി ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. ഏതെങ്കിലും ഒരാൾ നമ്മുടെ പേര് അസ്സലാമു സല്ലല്ലാഹു അലൈഹി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അത്തഹിയത്തുൽ നബിക്ക് സലാത്തും ചൊല്ല സലാമും ചൊല്ല. ഏതെങ്കിലും ഒരാൾ തക്ക് സലാമു ചൊല്ലെങ്കിൽ ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. അവന്റെ സലാമു നാനും അടുക്കലോടത്തോളം അല്ലാഹു തന്റെ റൂഹിനൊക്കെ തിരിച്ചു തന്നിട്ടല്ലാട്ടില്ല. അപ്പൊ ആരെങ്കിലൊക്കെ സലാത്ത് ചൊല്ലുമ്പോൾ സലാമു ചൊല്ലെങ്കിൽ തന്റെ റൂഹ് അല്ലാഹു തിരിച്ചു തന്നനക്ക് ഞാൻ അവന്റെ സലാം അടുക്കലോടത്തോളാ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പൊ ബഖീലന്മാരാണ്, ക്രിസ്ത്യന്മാരാണ് ഒത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, അൽ ബഖീലു മൻ സുകിർതു ഇൻദഹു. തന്റെ പേര് ഒരാളെ മുന്നോട്ട് ചൊന്നപ്പോ ഓർമ്മാക്കിയപ്പോ ഫലം യുസല്ലി അലൈഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പേര് ഒരാളെ മുന്നോട്ട് ചൊന്നപ്പോ ഒരു ജാഗർ ചൊന്നപ്പോ ഫലം യുസല്ലി അലൈഹി തന്റെ പേരിൽ ആറ് സലാത്ത് ചൊല്ലുന്ന തന്റെ പേര് കേൾക്കുമ്പോ അവന്റെ അത്ര വലിയ ബഖീൽ ദുനിയാവിലും ആരാറുമല്ല. സകാത്ത് കൊടുക്കാത്തവനല്ല, പൈസ കൊടുക്കാത്തവനല്ല, വലിയ ബഖീലാണ്. ചതി വലിയ ബഖീലാണ്. കൊടുക്കാൻ ഈ എല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും കൊടുക്കാത്തവന് ചതിയാൽ ആർക്കും കൊടുക്കില്ല ചൊല്ലുണ്ട്. അവന്റെ കാടും വലിയ ബഖീല് കൊടുക്കാത്തവനു എവിടെ പേര് സലാത്ത് ചൊല്ലാത്തവനു. അല്ലാഹു തആല അത്തരത്തിലുള്ള അഹൽക്കാരത്തും തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തങ്ങളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞങ്ങൾ ചൊല്ലിയതും കേട്ടതും അല്ലാഹു സ്വാലിഹായ ഇബാദത്തിന്റെ കൂട്ടത്തിൽ പെടുത്തിട്ട് നമ്മൾ ചൊല്ലിയതിന് എല്ലാത്തിനും ഇസ്തിൽ സവാബും ഞങ്ങളുടെ ബാപ്പയുടെയും ഉമ്മയുടെയും പെഞ്ഞായുടെ കുടുംബത്തിൽ മരിച്ച് എല്ലാവരും ഉസ്താദുമാരുടെ കുടുംബത്തിലും മരിച്ച് എല്ലാവരും ഹദ്റത്തിലേക്ക് അല്ലാഹു ഇതിന്റെ ഇസ്തിൽ സവാബ് അല്ലാഹു ഏറ്റുവാടി കൊടുക്കട്ടെ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഞങ്ങളുടെ ഖൽബ് ശുദ്ധിയാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.